ചങ്ങാതിമാരെ നല്ല കിടുക്കാച്ചി ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? സംഭവം പൊളിയാട്ടോ. ഇത് കണ്ടിട്ട് തന്നെ എൻ്റെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നത്. സംഭവം പൊളി എന്ന് പറഞ്ഞാൽ വൈബ് സാധനം കേട്ടോ. അധികം കഷ്ടപ്പാടില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. ആദ്യം തന്നെ ദേ ഇതുപോലെ ഉണക്കച്ചെമ്മീൻ തലയും വാലും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കുക. അവനെ ഒന്ന് കുട്ടപ്പനാക്കി സെറ്റാക്കിയതിന് ശേഷം അടുത്ത കലാപരിപാടി നേരെ സ്റ്റൈലായിട്ട് ഇവനെ തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുക. ചൂടായി വരുമ്പോഴേക്ക് ഇത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ചെറുള്ളി ഇതുപോലെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. ചെറുള്ളി 2 കട്ട് ചെയ്താൽ 3 കട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ മൊത്തത്തിലിട്ടാലും ഇവനെ നല്ലവണ്ണം വാട്ടുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബുദ് ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാനും, ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാൻ, കമൻറ്റുകൾ വാരി പറയാൻ, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ. കാരണം എല്ലാ കൂട്ടുകാർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിലും ഭയങ്കര ടേസ്റ്റായിട്ടുള്ള കിടക്കാച്ചി ചമ്മന്തി തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല. അവൻ ഏകദേശം ഒരു പാകത്തിനായി വരുമ്പോഴേക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 10 വെളുത്തുള്ളിയും കൂടെ ഇതിട്ട് കൊടുത്ത് ഇവനെ രണ്ടും കൂടെ ഇട്ടെങ്കിൽ ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക. അവൻ രണ്ടും കൂടെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ. വെളുത്തുള്ളിയുടെയും ആ ചെറുള്ളിയും കൂടെയും വെളിച്ചെണ്ണക്കകത്ത് മൂക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ എൻ്റെ ചങ്ങാതി. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് അതിലേക്ക് ഇതുപോലെ സ്ലോ മോഷനിൽ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഈ 3 ഇട്ട് ഇതുപോലെ കലക്കി കൂട്ടി മിക്സ് ചെയ്യുക. അവൻ ഏകദേശം ഒരു പാകത്തിനായി വരുമ്പോഴേക്ക് ചുമന്ന മുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കാരണം ഈ ചമ്മന്തിക്ക് എരിവിന് വേണ്ടിയാണ് നമ്മൾ ചുമന്ന മുളക് ഇടുന്നത്. വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ആവശ്യത്തിന് ചുമന്ന മുളക് ഇട്ട ശേഷം ഇതിനകത്ത് ഇങ്ങനെ മൂപ്പിക്കുക. ആ മൂപ്പിക്കുന്ന സമയത്ത് ഓവറായിട്ട് തീ ഉണ്ടാവില്ല. ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. അല്ല ചുമന്ന മുളക് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തം മാറും. അതേ ഒരു പാകത്തിന് നല്ല കളറാകുന്ന രൂപത്തിൽ തന്നെ ഇട്ടങ്ങ് മൂപ്പിക്കുക. എന്നിട്ട് ശേഷം ഇതിലേക്ക് വാളംപുളി ഇട്ട് കൊടുക്കുക. ലേശം മതി കേട്ടോ, ഓവറായിട്ട് വേണ്ട. വാളംപുളിയും കൂടെ ഇട്ട ശേഷം ഇവനെ മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതി വരുന്ന. ആ മുളകൊക്കെ മൂത്ത് വരുമ്പോഴേക്കും ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സ്മെല്ല് വരുന്നവരെ ഇവനെങ്ങനെ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മുടെ മിക്സി ജാറിലേക്ക് ഇവനങ്ങ് പൊടിക്കാനങ്ങ് ഇടുക കേട്ടോ എൻ്റെ ചങ്ങാതി. നേരെ ഇതുപോലെ സ്റ്റൈലായിട്ട് മിക്സി ജാറിലേക്ക് പൊടിക്കാനങ്ങ് വെക്കുക. കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല എൻ്റെ ചങ്ങാതി. ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറക്കല്ലേ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് മിക്സി ജാറിലേക്ക് ഈ സാധനം ഇട്ട ശേഷം അടുത്ത പരിപാടി ആ സെയിം പാനിലേക്ക് തന്നെ ആ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് മറിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിങ്ങ് മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം റോസ്റ്റ് ചെയ്യുക. കയ്യിലിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ നല്ല കിടുക്കാച്ച് ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, മത്തി, ഉണക്കസ്രാവിൻ്റെ അച്ചാർ ഇതുപോലെയുള്ള വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, സ്റ്റോറിക്കകത്തൊക്കെ കിടപ്പുണ്ട്. വാട്സപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ഇട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ വെച്ചാൽ ഏറ്റുമാനൂർ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റും വന്ന് മേടിക്കാൻ കേട്ടോ. കിടുക്കാച്ചി അച്ചാറുകൾ ഒരു പ്രിസർവ് പോലും ചേർക്കാതെ നമ്മളെ കിടുക്കുന്ന സാധനമാണ്. ഓർഡർ ചെയ്ത് തയ്യാർക്ക് എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ആ ഉണക്കച്ചെമ്മീൻ ഏകദേശം ഒടിയുന്ന രൂപം ആയി കഴിയുമ്പോഴേക്ക് നേരെ അവനെയും കോരി മിക്സി ജാറിലേക്ക് എടുത്തിടുക. കണ്ടോ, ഇതുപോലെ സ്ലോ മോഷനിൽ മിക്സി ജാറിലേക്ക് എടുത്തിടുക. അവനെയും കൂടെ മിക്സി ജാറിലേക്ക് എടുത്തിട്ട ശേഷം അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് ഇതുപോലെ അടച്ചു വെച്ച് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് പൊടിയല്ല. ഇതുപോലെ തരിതിരിയുള്ള രീതിയിൽ പൊടിച്ചെടുക്കുക. എന്ന ശേഷം ഉപ്പ് നോക്കി വേണം കേട്ടോ. ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ഇടുക. ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അവൻ ഏകദേശം ഒരു പരിവായി നല്ല സ്മെല്ല് കേട്ടോ എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല കേട്ടോ. ആ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ തന്നെ എൻ്റെ വായിലൊരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നത് എൻ്റെ ചങ്ങാതി. ആ സാധനം ഇതുപോലെ അങ്ങ് കയ്യിലെടുത്തിട്ട് ഉരുട്ടി ഒരു ഉണ്ട പോലെ ആക്കി എടുക്കണം. ചമ്മന്തി പരുവാക്കുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കൊതിയാവുന്നില്ല, ഒരു രക്ഷയില്ല. എന്നിട്ട് നമ്മുടെ ഉണക്കസ്രാവച്ചാറില്ല ഇത് കുറച്ചങ്ങ് വരുത്തുക. ഓർഡർ ചെയ്യുക. വാട്സപ്പ് മുകളിൽ കിടപ്പുണ്ട്. വാട്സപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ഇട്ട് ഞാൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കിട്ടും. നല്ല കിട്ടുക്കാച്ച് ഉണക്കസ്രാവച്ചാറ്, മത്തി, അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ഉണ്ട്. അതങ്ങ് വരുത്തി ഇതുപോലെ ചട്ടിക്കത്തിച്ചിട്ട് ചൂട് ചോറ്, എന്നിട്ടൊരു മത്തിയുടെ പീസ്, ഒരു തോരൻ, ഇച്ചിരി മോരുകറി, എന്നിട്ട് ആ നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തിയും കൂടെ സൈഡിലേക്ക് വെച്ചിട്ട് ആ അച്ചാറും കൂടെ വരുത്തിച്ചിട്ട് സൈഡിലേക്ക് വെച്ചിട്ട് മൊത്തത്തിൽ ഇളക്കി ഒരു പിടുത്തം പിടിച്ച എൻ്റെ ചങ്ങാതി സ്വർഗ്ഗം കാണും. സ്വർഗ്ഗം അത്രയ്ക്ക് കിടക്കാച്ചി സാധനമാണ്. അപ്പോൾ ഒന്ന് നോക്കേണ്ട. അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ സ്റ്റോറിക്കകത്ത് അല്ല നമ്മുടെ പേജിൻ്റെ അകത്ത് ഫോൺ നമ്പർ കിടപ്പുണ്ട്. ഒരു ഹായ് എന്ന് മെസ്സേജ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഇത് കൂട്ടി ഒരു പിടുത്തം പിടിക്കാൻ